എവിടെയായി കൊച്ച്? ആ ശിവാനി, നമ്മുടെ സ്മോക്കി ഐ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ബ്രൗണും ഓറഞ്ചും ഷെയ്ഡ് ഐ ഷാഡോ എടുത്തു. ശിവാനി, നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? ഒന്നുമില്ലെങ്കിലും നീ ഉപയോഗിച്ച പാത്രങ്ങളെങ്കിലും ഒന്ന് കഴുകി വെച്ചുകൂടെ? ഉണങ്ങിയതും കരി പിടിച്ചതുമായ ഒരുപാട് പാത്രങ്ങളുണ്ട്. വെള്ളമാണെങ്കിൽ ഇപ്പൊ തീരുകയും ചെയ്യും. എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ വ്ലോഗ് ഇത് കഴിഞ്ഞതേ വന്നു. എന്തോ അടി ഇത്? നിന്റെ ഒരു കാര്യങ്ങള് ഒന്ന് അങ്ങോട്ട് വന്നേ. എന്റെ സബ്സ്ക്രൈബ് പോ അവിടുന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടാ പറയാ? ഗൈസ്, അച്ഛമ്മ കലിപ്പിലാണ്. ഞാൻ വേഗം ഗെറ്റ് റെഡി വിത്ത് മീ തീർത്തിട്ട് പോയില്ലെങ്കിൽ അടുത്ത വെളിപ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ സ്മോക്കി ഐ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നൈസായിട്ട് ഇങ്ങനെ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. വീട് ഏതാണാവോ? അതെ, അവിടെ ഒരു ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്. ഇതാണോ? ആ, ശിവാനി അവിടെ ഇരിക്കുന്നു. ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഒരു ഓക്കെ, ഇനി നമുക്കൊരു ഇത്തിരി ലിപ്സ്റ്റിക് കൂടി ഇടാം. നമ്മൾ മാറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിട്ട് എടുത്തേക്കുന്നേ. ഹലോ ഹലോ, ഇവിടെ ഭയങ്കര ഷൂട്ടിംഗ് പരിപാടികളൊക്കെ ആണല്ലോ. ചെറുതായിട്ട് പ്രൊഫഷണൽ ക്യാമറ ഒക്കെ വെച്ചാണല്ലോ ഷൂട്ട്. യൂട്യൂബറിന്റെ രോദനം ചേച്ചിക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഞാൻ അത്ര രോദനമുള്ള യൂട്യൂബർ അല്ല. ശിവാനിയുടെ കണ്ടന്റ് ഒക്കെ കാണാറുണ്ട്. അത് ഭയങ്കര എന്താ പറയാ, എല്ലാ സമയത്തും എഫേർട്ട് ഇടേണ്ട ഒരു പരിപാടിയാണല്ലോ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോ അവരോട് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ. എന്നാലും എന്താ കണ്ടന്റ് ഇത് രാവിലെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു? ഞാൻ സീരീസ് കാണാറുണ്ട് കേട്ടോ. ദ ഹെൽത്തി ഈറ്റ് വോട്ട് അല്ലേ, അതൊക്കെ ഞാൻ കാണാറൊക്കെ ഉണ്ട്. നൈസാണ്. താങ്ക് യു. മോന്റെ പേരെന്താ? വീർ. വീർ. അമ്പോ, ഫുൾ പേര് പറഞ്ഞ് ഞെട്ടിച്ചേക്ക്. വീരഭിമന്യു. അമ്പോ, കിടിലം പേരാണല്ലോ. പക്ഷേ എത്രയിലാ പഠിക്കണേ? തേർഡിലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ അച്ഛമ്മ? എവിടെ? ചേച്ചിക്ക് അറിയാലോ, ഏത് ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലും ഒരു ദിവസം മുമ്പേ അച്ഛമ്മയുടെ അടക്കിപ്പറക്കൽ തുടങ്ങും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എത്തി. ഇനി നമുക്ക് പ്രേക്ഷകരോട് ഇൻവൈറ്റ് ചെയ്താലോ? വെൽക്കം ടു എക്സോ ആന്റിബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് co-powered by Atomberg മിക്സർ ഗ്രൈൻഡർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ്, മാജിക്കൽ ടേസ്റ്റ്, മിൽമ, കേരളം കണികണ്ടുവരുന്ന നന്മ, ഇലക്ട്രോണിക്സ് പാർട്ട്ണർ പിട്ടാപ്പിള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടി.വി, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. ഇന്ന് നമ്മുടെ കിടിലൻ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് ശിവല ചേച്ചിയും മോൻ വീറുമാണ്. ശിവാനി, വാണിംഗ് ബെൽ നമ്പർ 2. ഇനിയും ചെന്നില്ലെങ്കിൽ അച്ഛമ്മേലെ നാഗവല്ലി പുറത്തു വരും. വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ടുണ്ടോ? ശിവാനി ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? നീ വിളിയൊന്നു കേട്ടാ, ഞാൻ ഒന്ന് ചെല്ലട്ടെ. ചീത്ത കേൾക്കും തോന്നുന്നുണ്ട് വീർ. ശിവാനി ദാ വന്നു. അയ്യോ, ഒന്ന് സമാധാനപ്പെടുവൻ അച്ഛമ്മ. പോ കുട്ടി, എത്ര നേരമായി? അല്ല, നിങ്ങളിങ്ങനെ എത്തിയോ? എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ആകെ ഒരു ബഹളാണല്ലോ അച്ഛമ്മേ. വേണമെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. പാത്രം ഞാൻ കഴുകി തരാം. അയ്യോ, അതൊന്നും വേണ്ട. ദേ 5 മിനിറ്റ് കൊണ്ട് എക്സോ ആന്റിബാക്ടീരിയൽ സൂപ്പർ ജെല്ലും കൊണ്ട് ശിവാനി കാര്യങ്ങളൊക്കെ നടത്തും അല്ലേ? എന്ത് എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെല്ല് ഹെൽപ്പ് ചെയ്യും എന്നാണോ പറയണേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ആ പാത്രത്തിന് ഇപ്പൊ തന്നെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിൽ എന്തായാലും അണുക്കൾ ഉണ്ടാവും. അപ്പൊ ഇവളൊരു 2-3 തവണ ചൂടുവെള്ളമൊക്കെ വെച്ച് കഴുകിയാലേ അത് ശരിയാവുള്ളൂ. ഒന്ന് കാണിച്ചു കൊടുത്ത മോളെ. 5 മിനിറ്റ് ഇതിപ്പോ കാണിച്ചു തരാം. പാത്രങ്ങളൊക്കെ സൂപ്പർ ക്ലീൻ ആയി. ശരിയാണല്ലോ, മണമൊക്കെ പോയി നല്ല ക്ലീൻ ആയി. അതും ഇത്ര കുറച്ച് സമയത്തിനകത്തോ? അതാണ് എക്സോ സൂപ്പർ ജെല്ലിന്റെ ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസിന് വലിയ നന്ദി. കാരണം ഈ ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് കാരണം പാത്രങ്ങൾ വേഗം അണുവിമുക്തോ. ഓ, എന്തായാലും ഉണ്ടല്ലോ, എന്റെ ഇന്നത്തെ ദിവസം തന്നെയായി. ഇനി കഴിക്കാൻ പോകുന്ന സൂപ്പർ യമ്മി ഫുഡും പിന്നെ എന്റെ പാത്രം കഴുകാൻ വേണ്ടി അച്ഛമ്മ ഇന്ന് പരിചയപ്പെടുത്തിയ എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെല്ലും. ഞാൻ ഹാപ്പിയാ. അത് മതിയില്ലേ? അതെ. അപ്പം എക്സോ ആന്റിബാക്ടീരിയൽ സൂപ്പർ ജെല്ല് കൊണ്ട് ഹാപ്പി ആയല്ലോ. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി. ഓ നൈസ്. അപ്പോഴേ നീ നിന്റെ സ്പെഷ്യൽ ജ്യൂസ് അങ്ങ് കൊടുത്തേ. ഓക്കേ, പോരട്ടെ. ഈ സീൻ ഒന്ന് കൽപ്പിക്കാൻ വേണ്ടി നല്ല ചിൽഡ് പച്ച മാങ്ങ ജ്യൂസ്. നീ അങ്ങോട്ട് വെച്ചോളൂ. ആയിക്കോട്ടെ. ഇത് നമ്മൾ പച്ച മാങ്ങ ബോയിൽ ചെയ്യുക, അതിനൊപ്പം ചാട്ട് മസാല, പിന്നെ ജീരകം, ക്യുമിൻ ഇത്ര ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആണ്, എന്നാൽ ഒരു ലൈറ്റ് മധുരം ഉണ്ടാവും. ഇത് പച്ചമാങ്ങ ജ്യൂസ് എന്ന് പറയുമ്പോൾ പുളിയാണോ അധികം ഉണ്ടാവുക? കുടിച്ചു നോക്കൂ. കുറച്ച് പുളിയേ ഉള്ളൂ, മധുരമുണ്ട്. പിന്നെ ആ ചാറ്റ് മസാലയുടെ ആ ഒരു ടേസ്റ്റും ശരി, ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് ആണ്. ഇറ്റ്സ് നൈസ്. താങ്ക് യു.
മോനെ ഇഷ്ടപ്പെട്ടാ? അവൻ ഇച്ചിരി പുളിയൊക്കെ പൊതുവെ ഇഷ്ടമാണ്. എല്ലാം പാകമല്ലേ? എന്തെങ്കിലും സജഷൻസ്? ഇല്ല ഇല്ല, ഓക്കെ ഓക്കെ. എന്തായാലും ഇതൊന്നും അല്ലേ, ഇനി ഞെട്ടിക്കാൻ പോകുന്ന ഐറ്റങ്ങൾ ഓരോന്നായിട്ട് വരാൻ കിടക്കുന്നുണ്ട്. അതെ, പിന്നെ ഞങ്ങൾ ഞെട്ടാ റെഡിയാ. അപ്പൊ അച്ഛമ്മ നല്ല ഐശ്വര്യമായിട്ട് ഞെട്ടിച്ചെടു തുടങ്ങിക്കോ. നമുക്ക് ഞെട്ടിക്കാല്ലേ? ആയിക്കോട്ടെ. അല്ല, മോളുടെ നാട് എവിടെയാണ്? ഞാൻ ശരിക്ക് മലപ്പുറത്ത് നിന്നാണ്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് കൊച്ചി തന്നെ. അപ്പൊ മലപ്പുറം ആകുമ്പോ നിങ്ങൾക്ക് നല്ല ബിരിയാണിയുടെ ആൾക്കാരായിരിക്കും അല്ലേ? പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇന്നിവിടെ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത്, എങ്കിലും അതേപോലെ തന്നെ സ്റ്റഫ്ഡ് ചിക്കൻ വെജിറ്റബിൾ റൈസ്. ഓക്കെ, അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ? ഇവിടുന്ന് കാണുമ്പോ ഭയങ്കര കളർഫുൾ ആയിട്ട് ക്യാപ്സിക്കം ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. എന്തിനാ ഇത്ര ക്യാപ്സിക്കം? ഇതൊക്കെ വെച്ചിട്ട് ഞാനിപ്പോ ഒരു ഇത് കാണിച്ചു തരും. പച്ചയും മഞ്ഞയും ചുമപ്പൊക്കെ നിറത്തിലുള്ള ഒരു ഡിഷായിരിക്കും പടം മുന്നിൽ എത്താൻ പോകുന്നത്. നമ്മൾ മുക്കാലും വേവിച്ച റൈസ്, ബിരിയാണി റൈസ് ഉണ്ട്, നമ്മുടെ ചിക്കൻ ഉണ്ട്, ഇഞ്ചി, പച്ചമുളക്, സെലറി, സവാളയുണ്ട്, മല്ലിയിലയുണ്ട്, തക്കാളിയുണ്ട്. കേരളം കടി കണ്ടുണരുന്ന നന്മ. ഞങ്ങൾ എപ്പോഴും മിൽമയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ മുട്ടയുണ്ട്. ഇതിപ്പോ എന്തൊക്കെയാ? ക്യാപ്സിക്കം ഉണ്ട്, ഉരുളക്കിഴങ്ങ്, പിന്നെ തക്കാളി അല്ലേ? ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ല ഗ്രൈൻഡ് ചെയ്ത് ഇതിനുള്ളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, ഒരു ബോൾ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോ ഞാൻ ഇതിൻ്റെ ഉള്ളില് ചിക്കൻ്റെ ബോണുണ്ട്, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ഇട്ട് ഒരു സ്റ്റോക്ക് പോലെ ഉണ്ടാക്കി വെച്ചേക്കുക. അത് വേവിച്ച് നല്ലൊരു ഇതുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനുള്ളിലേക്കാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അതിനു മുമ്പേ നമുക്കിതെല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ ആറ്റംബർ മിക്സർ ഗ്രൈൻഡറിൽ എന്ത് ചെയ്യണം? ചോപ്പ് ചെയ്തെടുക്കണം. നമ്മളിവിടെ കിച്ചണിൽ എന്തായാലും ഭയങ്കര സേഫ്റ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ വലിയൊരു ഹെൽപ്പാണ്. ചോപ്പേഴ്സ് ഡെഫിനറ്റ് ആയിട്ട് വലിയൊരു ഹെൽപ്പ്. ചോപ്പേഴ്സ് മാത്രമല്ല, ഇവിടെ ശരിക്കും കോസ്മോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ദോശമാവൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ ഒരു സ്പെസിഫിക് കൺസിസ്റ്റൻസി ഉണ്ട്, അതിൽ കിട്ടിയിരിക്കണം, ഭയങ്കര അവസ്ഥ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, സേഫ്റ്റിയെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സെക്യൂർഡ് ആണ് ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ. ഞാൻ കാണിച്ചു തരാട്ടെ. ഇപ്പം ഇതിപ്പോ നമ്മൾ കല്ലിലൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കുന്ന അതേപോലെ നമുക്ക് കിട്ടും അല്ലേ? അത് രുചിയുണ്ട്, അതേപോലെ തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഒരു സെക്കൻഡ് നന്നായിട്ട് ചോപ്പ് ആയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് നല്ല ചോപ്പായത് കണ്ടോ? ഇതിലേക്ക് നമ്മൾ ഈ ഹാഫ് വേവിൽ വെച്ചിരിക്കുന്ന റൈസിലേക്ക് നമ്മൾ ഇത് മുഴുവനും ഇടുകയാണ്. ഇനിയിപ്പം ഇതിൽ തന്നെ നമുക്ക് ഈ ചിക്കനും ചോപ്പ് ചെയ്യാം. വേറെ നോൺ വെജ് ചിക്കനൊക്കെ ഇഷ്ടമല്ലേ? ഓക്കെ. നല്ല ചോപ്പ് ആയിട്ടുണ്ടല്ലോ. ഈ ഗ്ലാസ് ആവുന്നോണ്ട് നമുക്ക് എത്ര അതൊരു ഭയങ്കര കാര്യം. ഇനിയിപ്പോ ഞാൻ അതും കൂടെ നമ്മൾ വേവിച്ച് വെച്ച റൈസിലേക്ക് ഇടുകയാണ്. ഇതാണ് ഞങ്ങളുടെ മസാല ബോക്സ്. എല്ലാ മസാലകളും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ കുരുമുളക് പൊടി ഇടും. ഇത് കുരുമുളക് പൊടിയാണ് ഇതിനൊരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് ആണല്ലോ എപ്പോഴും. അതുപോലെ ഉപ്പ്. ഇനിയാണ് നമ്മുടെ മിൽമ. എല്ലാത്തിലും ഞങ്ങള് മിൽമയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതെ അല്ലേ? അപ്പൊ നമ്മുടെ റൈസ് അങ്ങനെ റെഡിയായി. ഇനിയാണ് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാൻ പോണത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ആ ക്യാപ്സിക്കം എന്തിനാ അവിടെ വെച്ചിരിക്കുന്ന. ഇപ്പൊ കാണിച്ചുതരാം. ഇതാ നമ്മള് ക്യാപ്സിക്കം എന്തെങ്കിലും ഉള്ളിലെ എല്ലാം എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ സാധനങ്ങളാണ് നമ്മൾ നേരത്തെ അതിലേക്ക് ഇട്ടത്. അപ്പൊ ഞാൻ എടുത്തു വെച്ചു. നമ്മള് കണ്ട ഓരോരോ സ്പൂണായിട്ട് ഇതിനുള്ളിലേക്ക് ഇടുന്നു. അതാണ് അതിന് വെറൈറ്റി. മനസ്സിലായി? ഇത് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്യും. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കുന്നു. ഓരോന്നോരോന്നായിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത് കയറ്റി വയ്ക്കുന്നു. ഇതിപ്പോ റൈസ് ഓൾമോസ്റ്റ് കുക്ക്ഡ് ആണ്. അതെ, ഞാൻ പറഞ്ഞില്ല ഹാഫ് കുക്ക് ചെയ്ത റൈസ് ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ള അത് ഓൾമോസ്റ്റ് ഇത് പച്ച ഉരുളക്കിഴങ്ങാണോ അതോ ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ്? ചെറുതായി.
അല്ലെങ്കിൽ പച്ചയാകുമ്പോൾ നമുക്ക് ഇത്ര ഇതിൽ ഉള്ളിലൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. കറക്റ്റ്. ശിവലി ചേച്ചി എങ്ങനെയാ ഇതേപോലത്തെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ വീട്ടിൽ നടക്കാറുണ്ടോ? കുക്കിംഗ് പരീക്ഷണങ്ങളുണ്ട്, പക്ഷേ ഇങ്ങനെ അച്ഛമ്മമാരൊന്നും ചെയ്യണ പോലെ ഇത്രയും സമയവും ഇത്രയും ക്ഷമയൊന്നും എടുത്തുള്ള പരീക്ഷണങ്ങളില്ല. യൂഷ്വലി നമ്മളിപ്പോൾ എന്തെങ്കിലും റീലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ട്രൈ നോക്കിയാലോ, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പരീക്ഷിക്കാറ്. വീട്ടിൽ കൂടുതൽ എങ്ങനെയാ, വെജ് ആണോ നോൺ വെജ് ആണോ? രണ്ടും. വീറിന് ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഫ്രൈ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവന്റെ ഫേവറേറ്റ്. സ്കൂളിലേക്ക് ബ്രിങ് ചെയ്യുന്ന വെജാണ്. Veg അല്ലേ പറ്റുള്ളൂ. നോർമലി എനിക്ക് ഇഷ്ടാവുന്നത് നോൺ ഇപ്പൊ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്ന യൂട്ടൻസിലിന്റെ ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ ഞാൻ എനിക്ക് ഒരു അടുക്കളയും കൂടെ ഉണ്ട് നമുക്ക് അപ്പുറത്ത്. ഞാനിത് അങ്ങോട്ടേക്ക് ആക്കാം. എന്നിട്ട് വരാം. എത്ര സമയം വേണം ഇത് കുക്കായിട്ട് വരാൻ? 10 മിനിറ്റ്. അപ്പോഴേക്കും ഞാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് ചെയ്യാൻ. അതും നമ്മുടെ യൂട്ടൻസിലിന്റെ താഴെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ബാക്കിയുള്ളത് എന്താ വീർ? വീർ ഫൗണ്ട് ഔട്ട് സംതിങ്. എഗ്സ് കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ബുൾസൈ. മോൻ പറഞ്ഞ സത്യം. നമ്മള് ഇനി അത് ഫില്ല് ചെയ്യണ്ടേ നമുക്ക്? അങ്ങനെ തന്നെ കൊടുത്ത ടേസ്റ്റ് ഉണ്ടാവോ? പറ്റില്ലല്ലോ. മിടുക്കൻ. അപ്പൊ നമ്മള് മുകളിൽ എന്താ ചെയ്യാ? ബുൾസൈ ഇടുക. നമ്മുടെ തവ അങ്ങനെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബുൾസൈ ഒഴിക്കുമ്പോഴേ എല്ലായിടത്തും ഇങ്ങനെ പരന്നു പോവില്ലേ, നമുക്കൊരു ഷേപ്പിൽ കിട്ടണമല്ലോ. അത് ഞാനൊരു ഷേപ്പുള്ള എടുത്തോണ്ട് ഒരു മോളെ ഒരു വളയം വെച്ചിട്ട് അതിലാണ് ഒഴിച്ചിടുക. തുള്ളി ആവശ്യം. നമ്മുടെ ഇതായിട്ടുണ്ട്. You like cars? Yeah. Racing cars? Yeah. എന്നാ കാറുള്ള പ്ലേറ്റിൽ ഞങ്ങൾ തന്നിരിക്കും. വീടിന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? തേർഡിലല്ലേ ആയിട്ടുള്ളൂ? സയൻസ്. സയന്റിസ്റ്റ് ആണോ വലുതാകുമ്പോഴത്തേക്കും? അല്ല, പിന്നെ ആസ്ട്രോണോട്ട്. ആസ്ട്രോണോട്ട്. എന്റെ അമ്മേ. അപ്പൊ ഞാൻ ഇനി മുട്ട ബുൾസയൊക്കെ ഉണ്ടാക്കട്ടെ. റെഡിയാക്കി വരാം. അപ്പോഴേക്കും ശിവാനിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. വീടിന് എങ്ങനെയാ സ്പൈസി ഫുഡൊക്കെ ഇഷ്ടമാണോ? നല്ല ഇഷ്ടം. നല്ല സ്പൈസി ആണെങ്കിലോ? ഓക്കെ. ഈ ഡിഷിന്റെ പേര് കേട്ടത് ഒത്തിരി പേടിക്കെങ്കിലും ആൾ അത്ര പേടിപ്പെടുന്ന ആളല്ല കേട്ടോ. കാന്താരി പനീറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഉണ്ടാക്കി നോക്കിയാലോ? സിമ്പിൾ ആണ്, ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ വീറിന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, അത്ര എളുപ്പം. ഫസ്റ്റ് നമുക്കൊരു മാരിനേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതിനകത്തുള്ളതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് തന്നെ ഇഞ്ചി, മല്ലിയില, കാന്താരി മുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, പുതിനയില. ഇനി നമുക്കൊരു ഇത്തിരി പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പനീർ അതിനകത്ത് വിട്ടിടും. ഇത്തിരി ഉപ്പ് മതി ചുമ്മാ. നമുക്ക് ഇനി പേസ്റ്റ് ആക്കാനായിട്ട് ഒരു ഇത്തിരി വെള്ളവും ഒരു ഇത്തിരി ഓയിലും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം നമ്മുടെ ആറ്റംബർഗിനെ മിക്സർ ഗ്രൈൻഡറിൽ വെച്ചിട്ട് കേട്ടോ. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ. നമുക്ക് ഈ മാരിനേഷൻ ചിക്കനും ഫിഷും ഒക്കെ യൂസ് ചെയ്യാം അല്ലേ? നമുക്ക് ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. വീരക്കുട്ടാ, അച്ഛനെ അമ്മയെ പറ്റി കുറച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും പറഞ്ഞു കേക്കട്ടെ. ബെറ്റർ കുക്കാരാ? അത് രണ്ടുപേരും കുക്ക് ചെയ്യോ? അച്ഛൻ റീസെന്റ് കുക്ക് ചെയ്യാൻ തുടങ്ങി. അത് ഹസ്ബൻഡും മീഡിയ ഫീൽഡിലായിരുന്നല്ലോ, അപ്പൊ യൂഷ്വലി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ആരെയാണ് അത് കുറച്ചുകൂടെ അച്ഛനടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത്? അത് അമ്മയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണോ ഏറ്റവും ഇഷ്ടം? രണ്ടുപേരുടെയും കൂടെ ട്രിക്കി ക്വസ്റ്റ്യൻ. കുട്ടി രണ്ടുപേരുടെയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നും. എൻജോയ് ചെയ്യാറുണ്ട് അല്ലേ? അവനറിയാം ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് പറഞ്ഞാൽ വീട്ടിൽ പോയാൽ വലിയ സുഖം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. നമുക്ക് യൂട്ടൻസിലിന്റെ തവ വെച്ചിട്ട് നമ്മൾ ഘീയിലാണ് ഗ്രിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ.
നമ്മളെല്ലാം മിൽമ നെയ്യാണ് അല്ലേ? പിന്നെ മിൽമാഗി ആയതുകൊണ്ട് അതിന്റെ പ്യൂരിറ്റിയെ പറ്റി അതിന്റെ ചൊട്ടും ടെൻഷൻ വേണം. ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചേച്ചി, ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചേച്ചിയെ പറ്റി ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വരുന്ന പറയുമ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുമല്ലോ. പിന്നെ റിസർച്ച് ആയിരുന്നു. ഞാനപ്പോ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അതിന്റെ തമ്മിലായിട്ട് കടന്നതാണ് ഒരു റിയാലിറ്റി ഷോയിൽ പരാജയപ്പെട്ടത് കാരണമാണ് ഞാൻ നടിയായതെന്ന്. അതെന്താ അതിന്റെ പുറകിൽ കഥ? അതെന്താ അറിയോ, ഞാൻ സൂര്യ ടിവിയുടെ തന്നെ ഒരു റിയാലിറ്റി ഷോയില് ഉണ്ടായിരുന്നു, ഒരു ആക്ടിങ് റിയാലിറ്റി ഷോയില്. അതായത് ഞാന്, അനുശ്രീ, സ്വാസിക, ചാന്ദിനി, ഞങ്ങളെല്ലാവരും ആയിരുന്നു അതിന്റെ ഫൈനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന. ലാൽ ജോസ് സാറിന്റെ മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. അപ്പോൾ ബേസിക്കലി അതില് സാറിന്റെ മൂവിയിലെ കാസ്റ്റിനെ പറ്റിയ രണ്ടുപേരെ ചൂസ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്തത്. അതെ, ബേസിക്കലി അവരായിരുന്നു വിൻ ചെയ്തത്. അതായത് അതിന് പറ്റിയ ആളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാലിറ്റി ഷോ നടത്തിയത്. പക്ഷേ നമുക്കൊരു ഭയങ്കര സെൽഫ് ഡൗട്ട് വരുമല്ലോ. അതായത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ആക്ട്രസ് ആണെന്നൊക്കെയാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ബേസിക്കലി നമ്മൾ തോറ്റു. അപ്പോൾ ഞാൻ ആ ഒരു സെൽഫ് ഡൗട്ടിൽ നിന്നാണ് പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇല്ലേ ബെറ്റർ ആവണം, അല്ലെങ്കിൽ ഇതല്ല ഇങ്ങനെയല്ല ഇത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആവേണ്ടത്. പിന്നെ അതിൽ നിന്ന് വന്ന ഒരു വാശി എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഞാൻ പിന്നെ സിനിമ കാണിച്ചു കൊടുക്കുന്നല്ലേ ട്രൈ. അതെ, ഞാൻ അങ്ങനെ സിനിമ എന്നുള്ളത് ഒരു തോട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് വന്നത്. ഒരു 10-15 പടങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 15ന്റെ ഉള്ളിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. നല്ല ചെറിയുള്ളിയുടെ മണം വരുന്നു. ചെറിയുള്ളിയും കാന്താരിയും കൂടെ മിക്സിങ്. ഇതൊന്ന് പെട്ടെന്ന് ഗ്രില്ലായി കിട്ടും. നമുക്ക് ഇനി ഇതിന്റെ സൈഡായിട്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് സാലഡ് കൂടെ കഴിച്ചാലോ? അച്ഛമ്മ ഇതൊന്ന് മാറ്റാവോ? അതിനുള്ള സമയം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇതിനകത്ത് തന്നെ നമുക്ക് മിക്സ് ചെയ്താൽ മതി. തക്കാളി നമ്മൾ സ്ട്രൈപ്പ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, പിന്നെ സവാള ഉണ്ട്, മല്ലിയില ഉണ്ട്, പച്ചമുളക്, നാരങ്ങനീര്, ഒരിത്തിരി ഉപ്പും ഇത്തിരി മുളക് പൊടി, കുറച്ച് ഓയിലും മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ഒന്ന് എന്ത് ഓയിൽ ആഡ് ചെയ്യണ്ടേ? നമുക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, നല്ല സാധാ ഓയിൽ യൂസ് ചെയ്താലും മതി. എവിടെ അച്ഛമ്മയുടെ സ്റ്റഫ്ഡ് ചിക്കൻ, സ്റ്റഫ്ഡ് വെജിറ്റബിൾസ്, നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇത്തിരി നമ്മുടെ മസാലാസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡും റെഡിയാണ് കേട്ടോ. എന്താണ് മുളക് പൊടി? ഇത്തിരി ഒരു ഇത്തിരി സോൾട്ട്, നുള്ള് സോൾട്ട്, നുള്ള് സോൾട്ട് വന്നു. ഒരിത്തിരി മുളക് പൊടി, ഒരിത്തിരി ഒലിവ് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പനീർ റെഡിയായി. നമ്മുടെ ഇത് അച്ഛൻ നമ്മൾ കോൺടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ ഹെൽത്തി റെസിപ്പി കോൺടെസ്റ്റിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. നിങ്ങളുടെ കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ലഞ്ച് ബോക്സ് റെസിപ്പി ഫോട്ടോയായോ വീഡിയോയായോ ഞങ്ങൾക്ക് അയച്ചു തരിക. കുട്ടികളുടെ പ്രായം 4-നും 14-നും ഇടയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി സൂര്യ ടിവിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കുക. നമ്മുടെ ചൂട് 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 ഗ്രിൽ പനീർ ആൻഡ് ഇതിട്ടും കൊണ്ടൊക്കെ ഗ്രിൽഡ് കാന്താരി പനീർ ട്ടോ. ഇത്രയും നേരം നോക്കിയിരുന്നു. ഇനി അമ്മയും മോനും വേഗം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം കൂടെ കേട്ടാൽ മതി ഞങ്ങൾക്ക്. എന്താ ഫസ്റ്റ് ട്രൈ ചെയ്യണേ? This one? Yeah. Potato? I'll just take this. പൊട്ടാറ്റോസ്. നമ്മ ക്യാപ്സിക്കം എടുത്തു അല്ലേ? അപ്പൊ രണ്ടാള് രണ്ട് ടേസ്റ്റ് നോക്കും. നൈസാണ് കേട്ടോ. അടുത്തൊരു സാലഡ് കൂടെ കൂട്ടി ട്രൈ ചെയ്ത് നോക്കൂ. കൊള്ളാം. വയറ് നിറയ്ക്കല്ലേട്ടോ, എന്റെ ഗ്രിൽഡ് കാന്താരി പനീറോടെ ബാക്കി ഇരിക്കുവാണേ. കൊള്ളാം, നൈസായിട്ട്. അച്ഛമ്മ ഹാപ്പി. നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി വേണ്ടേ? നാളെ സ്കൂളിൽ കൊണ്ടിട്ട് നമുക്ക് ഞെട്ടിക്കേണ്ട ഇതൊക്കെ. ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടാ ഞാൻ രക്ഷപ്പെട്ടു. അവിടുത്തെ ഇഷ്ടപ്പെടലും ഇവിടുത്തെ രക്ഷപ്പെടലാണ് നമ്മുടെ ലക്ഷ്യം. ഇത് കൊള്ളാം കേട്ടോ. നീ കഴിച്ചു നോക്ക്. അതന്നെ, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ആ മുട്ടയുടെ ഇതും ഒക്കെ വെച്ചിട്ടാണ് റൈസ് കഴിക്കുമ്പോൾ യൂഷ്വലി അങ്ങനെ കഴിക്കും. അത് നല്ലതല്ലേ, അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. Big moment. It's good. ഇനി സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ്
റെസിപ്പിയിൽ ഇത് കൂട്ടിക്കോ കേട്ടോ. അച്ഛമ്മ എന്റെ ഹൈഫൈ അതിനെ അതെന്റെ കൊച്ചിന് കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഇത് സക്സസ്ഫുൾ ആയിരിക്കും. ഇത് ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യാനും ഇത് സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രസന്റേഷൻ അല്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രസന്റേഷനാണ്. പിന്നെ കളേഴ്സ് എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ല അപ്പൊ കുട്ടികൾ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചോളൂ. വീരു ഫുഡ് മാത്രമല്ല കൈ നിറയെ ഗിഫ്റ്റുകളും വീരുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേണ്ട വീരു പിന്നെ വേഗം കഴിച്ചോളൂ, നമുക്ക് ഓടിപ്പോയി ഗിഫ്റ്റ് ഒക്കെ എടുക്കാം. അവൻ ഗിഫ്റ്റിന്റെ ആളാണ്. അതെ, രണ്ടുപേർക്കും ഒരേ സ്കൂളാന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ ഒപ്പം? ഫുഡൊക്കെയോ സൂപ്പർ. ജ്യൂസ് ആണോ വീടിന് ഏറ്റവും ഇഷ്ടമായത്? എല്ലാം ഇഷ്ടായി. ആണോ? പനീറല്ലേ കുറച്ചും ഇഷ്ടമായത്? സൂപ്പർ. പിന്നെ കൂട്ടത്തിൽ എന്റെ പിക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ കാന്താരി പനീറാ. കാരണം എന്താ വെച്ചാൽ സ്കൂളിലേക്ക് ഇവർക്ക് വെജിറ്റേറിയൻ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിക്കവാറൊക്കെ ഞാൻ ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെ കൊടുത്തു വിടാറാ പറയും. കാരണം നമുക്ക് കാലിയാക്കി കൊണ്ടുവന്നാലും വിഷമാണല്ലോ. പക്ഷെ ഇത് ഇവൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത് എന്തായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. യെസ്. അപ്പൊ നമ്മൾ എന്തായാലും വയറ് നിറയെ ഭക്ഷണം, കൈ നിറയെ സമ്മാനം എല്ലാം തന്നിട്ടേ വിടുള്ളൂ കേട്ടാ. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഓ, ഇതാണല്ലോ ഇന്നത്തെ നമ്മുടെ രക്ഷകൻ. ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡറിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾ വേറെ ആൾക്കാരെ വിളിക്കേണ്ടി വരുമോ? ഇനിയിപ്പോ നമുക്ക് കല്ലിലരച്ച അതേ സ്വാദോടുകൂടി ഭക്ഷണം കഴിക്കാം. ഓ, നൈസ്. ഗ്രൈൻഡിംഗ് മാജിക്കൽ ടേസ്റ്റ് യൂട്ടൻസിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഓ, ഇതാണ് അച്ഛമ്മയുടെ ഫേവറേറ്റ്. അപ്പൊ നമുക്ക് യൂട്ടൻസിൽ കുക്കിംഗ് ഈസി പീസി. VB കായം നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം VB കായം. കൃഷിക്കാരിൽ നിന്നും കസ്റ്റമേഴ്സിലേക്കുള്ള ഓർഗാനിക് പ്രൊഡക്ട്സ് എലമെന്റ് ഫെയർ ഓർഗാനിക് പ്രൊഡക്റ്റ്. PR കേക്സിന്റെ വ്യത്യസ്തമായ രുചികളോട് കൂടിയ അറേബ്യൻ ഡിലൈറ്റ്സ് ആൻഡ് വൈറ്റ് പ്ലം കേക്സ്. വെൺമണി നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കലർപ്പില്ലാത്ത ഭക്ഷണം ഇനി രുചിയോടെ ആസ്വദിക്കാൻ വെൺമണി വീട്ടമ്മമാരുടെ കൺമണിയാണ്. ഓ, വീട്ടമ്മമാരുടെ കൺമണിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ്സ് ആൻഡ് കറി പൗഡേഴ്സ്. സോ വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ ടുഡേ. വീർ പൊളിയാണ്. സോ ഹാപ്പി, നല്ല ഹാപ്പി ആയിരുന്നു. കാരണം മൊത്തത്തിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ദിവസം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ഇതേപോലത്തെ ഒരു കിടൽ എപ്പിസോഡുമായിട്ട് അടുത്ത സൺഡേ ഇതേ സമയം കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിസ് ഇസ് മീ ശിവാനി മേനോൻ ആൻഡ് അംബിക മോഹൻ സൈനിങ് ഓഫ് ഫ്രം എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൻ സ്റ്റോറീസ് co-powered by Attenberg Mixer Grinder, Perfect Grinding, Magical Taste, Milma, Kerala കണി കണ്ടുകൊണ്ടിരുന്ന നന്മ, Electronics Partner Pitapalli Agencies, the most trusted name in TV, mobiles and appliances. ഒരു ബൈ പറയാം. യെസ്. Bye.